മക്കളെ, നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ ക്രൂവിന്റെ DHIC ഫ്രീ ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് DHIC ഫസ്റ്റ് ഇയറിലെ പേപ്പർ 1 അനാട്ടമി ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ DHIC ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ട് വരുന്നത് നമ്മുടെ അനാട്ടമി എന്ന് പറയുന്ന പേപ്പറാണ്. അപ്പൊ ആ അനാട്ടമി പേപ്പറിനകത്ത് നമുക്ക് ഒരുപാട് സിസ്റ്റംസ് പഠിക്കാനുണ്ട്. അപ്പൊ ആ സിസ്റ്റങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് എസ് എ അല്ലെങ്കിൽ ഈ പറയുന്ന 5 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു പാക്കേജ് ആയിട്ടാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഓക്കെ, ഏതെങ്കിലും ഒരു സിസ്റ്റത്തിനകത്ത് നിന്ന് എസ് എയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ പറ്റിയ 5 മാർക്ക് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ അതിൽ നിന്ന് തന്നെ 1 മാർക്ക് ക്വസ്റ്റ്യൻ, ഈ പറയുന്ന ഓൾ ഇൻ വൺ ആയിട്ടൊരു പാക്കേജ് നിങ്ങൾക്ക് എങ്ങനെ ഒരു എക്സാമിൽ സ്കോർ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ടിപ്പാണ് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് ടിപ്സ് ആണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഫസ്റ്റ് യൂറിനറി സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു പോർഷൻ ആണ്. അപ്പൊ അങ്ങനെ ആ ഒരു യൂറിനറി സിസ്റ്റം എന്ന് പറയുന്ന പോർഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന എസ് എ ആണെങ്കിലും അതിൽ നിന്ന് ഉള്ളിൽ തന്നെ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇൻ കേസ് അതിനകത്ത് ചോദിക്കാൻ പറ്റുന്ന വൺ വേർഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് എങ്ങനെ പഠിക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പൊ സമയം കളയണ്ട, നമുക്ക് നോക്കാം. കയറി വാ. അപ്പൊ താണ്ടേ നമ്മുടെ യൂറിനറി സിസ്റ്റത്തിനെ കുറിച്ച് ഒരു എസ് എ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് എഴുതേണ്ടുന്നത്? അപ്പൊ നമ്മൾ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് എസ് എ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ അതിനകത്ത് നമ്മൾ വലിച്ചു വാരി എഴുതിയിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ ആ എക്സാം പേപ്പർ വാല്യൂ ചെയ്യുന്ന ആ വാല്യുവേഷൻ നടത്തുന്ന ആ ഒരു സാറിനെ അല്ലെങ്കിൽ ഒരു ടീച്ചറിനെ നമുക്ക് എങ്ങനെ ഇംപ്രസ് ചെയ്യാം, എങ്ങനെ ഒരു നല്ലൊരു എസ് എ നമുക്ക് അറ്റൻഡ് ചെയ്യാന്നുള്ള അതിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഈ യൂറിനറി സിസ്റ്റം, ഫോർ എക്സാമ്പിൾ യൂറിനറി സിസ്റ്റത്തിനെ കുറിച്ച് ഒരു എസ്സേ ചോദിച്ചാൽ അത് എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതാമെന്ന് നോക്കാം. വന്നോ, ദാണ്ടേ നമ്മൾ സിസ്റ്റത്തിനെ കുറിച്ച് എഴുതാൻ പോകുന്ന സമയത്ത് നമ്മൾ ആദ്യമേ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. അപ്പൊ നമ്മുടെ യൂറിനറി സിസ്റ്റത്തിനകത്ത് എന്തൊക്കെ പോർഷൻ ഉണ്ടെന്ന് ആദ്യമേ ഒന്ന് മെൻഷൻ ചെയ്യുക. നമ്മൾ ആദ്യമേ പാരഗ്രാഫ് എഴുതി പോകുന്നതിനേക്കാളും അല്ലെങ്കിൽ ഒരു വലിച്ചു വാരി ഒരു പാരഗ്രാഫ് എഴുതുന്നതിനേക്കാളും നല്ലത് പേപ്പർ വാല്യൂ ചെയ്യുന്ന ഒരാളെ ഇംപ്രസ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കീ പോയിന്റുകൾ ആദ്യമേ നമ്മളത് മെൻഷൻ ചെയ്യുക അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് ഒന്ന് എഴുതി കഴിഞ്ഞാൽ ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അതിനകത്ത് നിന്ന് 15 മാർക്കിൽ ഏകദേശം ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ യൂറിനറി സിസ്റ്റത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് തന്നെ നമ്മൾ ഫസ്റ്റ് നമ്മൾ എഴുതുന്നു ദ യൂറിനറി സിസ്റ്റം കൺസിസ്റ്റ് ഓഫ്, എന്തൊക്കെയാണ് അതിനകത്ത് നമ്മൾ യൂറിനറി സിസ്റ്റത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന ഉള്ളടക്കം ജസ്റ്റ് നമ്മളൊന്ന് മെൻഷൻ ചെയ്യുന്നു. ബ്രീഫ് ആയിട്ട് എന്തൊക്കെയാണെന്നൊന്ന് ഫസ്റ്റ് മെൻഷൻ ചെയ്തിട്ട് പിന്നീട് നമ്മൾ അതിനകത്തോട്ട് ഡീപ്പായിട്ട് എഴുതി പോകുമ്പോഴത്തേന് ആ ഒരു എസ് ഐക്ക് നല്ല സൂപ്പർ ആയിട്ടൊരു പാറ്റേൺ കിട്ടും. അപ്പൊ നോക്കുന്ന ആൾ ഇംപ്രസ് ആവുകയും ചെയ്യും. നിങ്ങൾക്ക് 15 മാർക്ക് നമുക്ക് അതിനകത്ത് ഒപ്പിക്കാൻ പറ്റും. അപ്പൊ അതാണ്ടേ ഇതാ ആ യൂറിനറി സിസ്റ്റത്തിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ദ യൂറിനറി സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ദ കിഡ്നി, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട 4 എന്താണ് ഓർഗൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന യൂറിനറി സിസ്റ്റമായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന 4 ഓർഗൻസ് എന്ന് നമ്മൾ മെൻഷൻ ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ് നമ്മുടെ അതായിരിക്കും. ദ കിഡ്നി, ദ യുറേറ്റർ, ദ ബ്ലാഡർ, ദ യുറേത്ര. അപ്പൊ ഈ പറയുന്ന പ്രധാനപ്പെട്ട 4 ഓർഗൻസിനെ അവിടെ മെൻഷൻ ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾ അതിന്റെ ഫംഗ്ഷനും കൂടെ മെൻഷൻ ചെയ്യുമ്പോൾ ഒരു നല്ല രീതിയിൽ നമുക്ക് ഫസ്റ്റ് ഒരു ഇംപ്രഷൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, എന്താണ് കിഡ്നിയുടെ ഫംഗ്ഷൻ? വിച്ച് സെക്രീറ്റ് യൂറിൻ എന്ന് നമ്മൾ എഴുതുന്നു. ഓക്കെ, രണ്ടാമത്തെ യുറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു കൺവേ ദ യൂറിൻ ഫ്രം കിഡ്നി ടു ബ്ലാഡർ. അപ്പൊ നമ്മുടെ കിഡ്നിയിൽ സെക്രീറ്റ് ചെയ്ത യൂറിനെ യൂറിനറി ബ്ലാഡറിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ആരുടെ പരിപാടിയാണ് മക്കളെ? യുറേറ്ററിന്റെ പരിപാടിയാണ്. ഇനി ആ യുറേറ്ററിൽ നിന്ന് അത് അവിടെ എത്തിച്ചേരുന്നു, ബ്ലാഡറിലേക്ക് എത്തിച്ചേരുകയും എന്താണ് ബ്ലാഡറിന്റെ ഫംഗ്ഷൻ എന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്യുന്നു. എന്താണ് ബ്ലാഡറിന്റെ ഫംഗ്ഷൻ? ഇറ്റ് ആക്ട് ആസ് എ റിസർവോയർ ഓഫ് യൂറിൻ. അപ്പൊ യൂറിന്റെ റിസർവോയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് 1 മാർക്കിന് വേണമെങ്കിൽ അത് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും? ദ യൂറിനറി ബ്ലാഡർ ആണെന്ന് പറഞ്ഞ് എഴുതാം. അപ്പൊ നമ്മളിങ്ങനെ എസ് എ ആയിട്ട് ആ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് മാർക്കിന് ചോദിച്ചാലും നമുക്ക് അതിന് എഴുതാൻ പറ്റും. അപ്പം പ്രത്യേകിച്ചും ഈ പറയുന്ന അനാട്ടമി പേപ്പറിലെ സിസ്റ്റംസ് എല്ലാം ഒരു എസ് എ രൂപത്തിൽ നിങ്ങൾ ഇതിനൊക്കെ പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പം പിന്നെ അതിനകത്ത് യുറേത്ര എന്ന് പറയുന്നതുകൊണ്ട് ഫോർ ഡിസ്ചാർജ് ഓഫ് യൂറിൻ ഫ്രം ദ ബ്ലാഡർ. ബ്ലാഡറിൽ നിന്നും യൂറിനെ ഡിസ്ചാർജ് ചെയ്യുന്നത് ആരാണെന്ന് നമ്മൾ എഴുതി വെക്കുന്നു, യുറേത്ര എന്നും എഴുതുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഈ ഇൻട്രൊഡക്ഷൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ എസ് എ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ഭംഗി കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇതേ കണക്കൊരു നല്ലൊരു പാറ്റേണിൽ നിങ്ങൾ എസ് എ എഴുതാൻ ട്രൈ ചെയ്യുമല്ലോ. അല്ലാതെ വലിച്ചു വാരി എന്തെങ്കിലുമൊക്കെ എഴുതി അല്ലെങ്കിൽ ഈ പാരഗ്രാഫ് ഒക്കെ ഒരുമാതിരി ഒരു ഓർഡർ ഇല്ലാത്ത രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് നോക്കുന്ന ആൾക്ക് ഒരു 15 മാർക്കിനുള്ള എസ് എ ആണെങ്കിൽ ഒരു 10-ൽ താഴെ മാർക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. സോ അതുകൊണ്ട് അതിനൊരു ബേസിക് സ്ട്രക്ചർ ഉണ്ടാക്കി നിങ്ങൾ ഇങ്ങനെ പഠിക്കാൻ ശ്രമിക്കുക.
അപ്പൊ അതാണ് അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അപ്പൊ നിങ്ങൾ ദാ ഈ പറഞ്ഞ പോലെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ഇൻട്രൊഡക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കിഡ്നിയുടെ പൊസിഷനും സ്ട്രക്ചറും അതിനെക്കുറിച്ച് നമ്മൾ കിഡ്നി യൂറിനറി സിസ്റ്റത്തിനകത്തുള്ള പ്രധാനപ്പെട്ട ഓർഗൻ ആണ് നമ്മുടെ കിഡ്നി. അപ്പൊ ആ കിഡ്നിയുടെ പൊസിഷനും സ്ട്രക്ചറും നിങ്ങളൊന്ന് രണ്ടാമതായിട്ട് മെൻഷൻ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഇതായിരിക്കും. ഓക്കെ, ഇത്രയും നീട്ടി എഴുതിയില്ലെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള കൊച്ചു സെന്റൻസിൽ എഴുതിയാൽ മതി. ഓക്കെ, കിഡ്നി എവിടെയാണ് നിൽക്കുന്നതെന്നും അതിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കുന്നു. ദ കിഡ്നി ലൈ ഇൻ ദ പോസ്റ്റീരിയർ അബ്ഡോമിനൽ വാൾ, അത്ര എഴുതിയാലും മതി. ഓക്കെ, ദ കിഡ്നി ലൈ ഓൺ ദ പോസ്റ്റീരിയർ അബ്ഡോമിനൽ വാൾ. ഇനി കുറച്ചും കൂടെ നന്നായിട്ട് ഇംപ്രസ് ചെയ്ത് എഴുതണമെന്ന് ആലോചിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യണമെന്നുള്ളതാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെന്റൻസ് നമുക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം. ഓക്കെ, ഇൻ ദ ലംബാർ റീജിയൻ ഡീപ്ലി എംബഡഡ് വിത്ത് ഫാറ്റ്. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കിഡ്നിയുടെ പൊസിഷനിൽ. ഇനി കിഡ്നിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് പ്രത്യേകം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് എഴുതുക. ഇറ്റ് ഈസ് എ ബീൻ ഷേപ്ഡ് ഓർഗൻ. ഓക്കെ, ബാക്കിയൊക്കെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് പറയാം. ആ ബീൻ ഷേപ്ഡ് ഓർഗനകത്ത് രണ്ട് ഇന്നർ ബോർഡർ ഉണ്ട്, ഹൈലവും ഔട്ടർ ബോർഡർ എന്താണ് എന്താണ് കോൺവെക്സ് ആണെന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. ഇനി ഈ കിഡ്നിയുടെ ഈച്ച് കിഡ്നി ഈസ് സബ്മൗണ്ടഡ് ബൈ സുപ്രാറീനൽ ഗ്ലാൻഡ്. നമ്മുടെ കിഡ്നി എന്ന് പറയുന്നത് നമ്മളിങ്ങനെ വരയ്ക്കുന്ന സമയത്ത് നമുക്കറിയാമല്ലോ, കിഡ്നിയുടെ മുകളിലായിട്ട് ഒരു കുഞ്ഞ് ഒരു ഗ്ലാൻഡ് അവിടെ കിടപ്പുണ്ട് അല്ലെ, സുപ്രാറീനൽ ഗ്ലാൻഡ്. അപ്പം ആ കിഡ്നിയുടെ പൊസിഷൻ പറയുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ സുപ്രാറീനൽ ഗ്ലാൻഡിന്റെ കാര്യം കൂടെ എടുത്തു പറയാം. അപ്പൊ നോക്കുന്ന വാല്യൂ ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എന്തൊക്കെയോ കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാമെന്ന്. ഓക്കെ, പിന്നെ വേണമെങ്കിൽ അവിടെ ഈ ഒരു പോയിന്റ് നമുക്ക് ഉൾപ്പെടുത്താം. ദ റൈറ്റ് കിഡ്നി ഈസ് സ്ലൈറ്റ്ലി ലോവേർഡ് ദാൻ ദാറ്റ് ഓഫ് ദ ലെഫ്റ്റ്. എന്തുകൊണ്ടാ എന്താ ലെഫ്റ്റിനേക്കാളും റൈറ്റ് കിഡ്നി കുറച്ചും കൂടെ ഒന്ന് താന്നിരിക്കാനുള്ള കാരണം എന്താണ്? കാരണം റൈറ്റ് സൈഡിൽ ലിവർ കിഡ്നിയുമായിട്ട് ഓക്കുപൈ ചെയ്തിരിക്കുന്നത് കൊണ്ടാണ്. അപ്പം ചെറുതായിട്ടൊന്ന് വെയിറ്റ് കൊണ്ട് താന്നിരിക്കുമെന്ന് നമ്മൾ മെൻഷൻ ചെയ്യുന്നു. അപ്പൊ ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ പാരഗ്രാഫ് നമ്മൾ തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ സ്റ്റാർട്ട് ചെയ്താൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് ആ നമ്മൾ എസ്ഐക്ക് ഒരു നല്ലൊരു ബെറ്റർ സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. മനസ്സിലായ മക്കളെ? അപ്പം ഈ രീതിയിൽ നിങ്ങളൊന്ന് ജസ്റ്റ് എഴുതാൻ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇനി അടുത്തായിട്ട് നമ്മളപ്പം കിഡ്നിയുടെ ഏതൊക്കെ യൂറിനറി സിസ്റ്റത്തിന്റെ ഏതൊക്കെ ഓർഗൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ കിഡ്നിയെ കുറിച്ചാണ് നമ്മൾ ആദ്യമേ പറഞ്ഞുകൊണ്ടിരുന്നത്. കിഡ്നിയുടെ പൊസിഷൻ പറഞ്ഞു. പിന്നീട് അതിന്റെ സ്ട്രക്ചർ നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. കിഡ്നിയുടെ പൊസിഷൻ ആൻഡ് സ്ട്രക്ചർ എക്സാമിന് എഴുതുമ്പോൾ ഇങ്ങനെ ഹെഡിങ് കൊടുത്ത് സബ് ഹെഡിങ്ങുകൾ കൊടുത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട പാരഗ്രാഫുകൾ എഴുതി പോയി കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന എസ്ഐക്ക് നല്ലൊരു ഫിനിഷിങ് കിട്ടും, നല്ലൊരു സ്ട്രക്ചർ കിട്ടും. അപ്പൊ നോക്കുന്ന ആൾക്ക് വളരെ നന്നായിട്ട് ഒരു നിങ്ങളോടൊരു ഇംപ്രഷൻ തോന്നും. അപ്പൊ അതേ കണക്ക് തന്നെ ഈ പൊസിഷനും സ്ട്രക്ചറും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ, ഈ പറയുന്ന കിഡ്നിക്കകത്ത് ഈച്ച് കിഡ്നി സറൗണ്ടഡ് ബൈ എ തിൻ ക്യാപ്സ്യൂൾ ഓഫ് ഫൈബ്രസ് ടിഷ്യൂ. ഇനി ആ കിഡ്നിയിൽ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് നിങ്ങളുടേതായ സെന്റൻസിൽ എഴുതാം. ഇത് കണക്ക് തന്നെ എഴുതണമെന്നില്ല. ചെറുതായിട്ട് ആ ഒരു ബേസിക് സ്ട്രക്ചർ നിങ്ങൾ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ആ കിഡ്നിയുടെ സ്ട്രക്ചർ പറയുമ്പം അതിന്റെ ഔട്ടർ പാർട്ട് കോർട്ടെക്സ് ആണെന്നും ഇന്നർ പാർട്ട് മെഡുല ആണെന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പൊസിഷൻ ആൻഡ് സ്ട്രക്ചർ തീരും. അപ്പം കിഡ്നിയുടെ പൊസിഷൻ ആൻഡ് സ്ട്രക്ചർ പറയുമ്പോൾ ഈ രണ്ട് പാരഗ്രാഫുകൾ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ സ്ലൈഡിലെ തൊട്ട് മുമ്പുള്ള സ്ലൈഡിലെയും ഈ സ്ലൈഡിലെ എന്താണ് പാരഗ്രാഫുകളിൽ നിങ്ങൾക്ക് കടമെടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് ആ ഹെഡിങ്ങിനകത്ത് പൊസിഷൻ ആൻഡ് സ്ട്രക്ചറിന്റെ ഹെഡിങ്ങിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്നതായിരിക്കും. അപ്പം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഐഡിയ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നീട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫിഗർ ഡയഗ്രാം, നമ്മൾ ഈ പറയുന്ന സിസ്റ്റംസ് പ്രത്യേകിച്ച് യൂറിനറി സിസ്റ്റം, അല്ലെങ്കിൽ ഈ പറയുന്ന സെൻട്രൽ നെർവസ് സിസ്റ്റം, അല്ലെങ്കിൽ ഈ പറയുന്ന റെസ്പിറേറ്ററി സിസ്റ്റം, അല്ലെങ്കിൽ എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അങ്ങനെയൊക്കെ സിസ്റ്റങ്ങൾ ചോദിക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഇതിനൊക്കെ ഡയഗ്രങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഭയങ്കരമായിട്ട് അങ്ങ് കറക്റ്റ് ആയിട്ട് വരയ്ക്കണമെന്നില്ല. നിങ്ങളുടേതായിട്ടുള്ള ഒരു റഫ് ഫിഗർ അത് കണ്ടാൽ മനസ്സിലാവണം. ആ ഒരു റഫ് ഫിഗർ നിങ്ങൾ ഒന്ന് വരച്ചു വെച്ചാൽ, ആ ഒരു എഴുതുന്ന സമയത്ത് വരച്ചു വെച്ച് കഴിഞ്ഞാൽ നോക്കുന്നവർ വളരെ ഇംപ്രസ്ഡ് ആവും. ആ വരയ്ക്കുന്ന സ്ട്രക്ചറിനകത്തുള്ള പ്രധാനപ്പെട്ട പാർട്ടുകൾ ലേബൽ ചെയ്യാം നിങ്ങൾക്ക്. ഇത് കണക്ക് എന്താണ് എവിടെയൊക്കെയാണ് പോർഷൻസ് എന്ന് ലേബൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എഴുതുന്ന ഐക്കകത്തുള്ള ഒരു 2-3 ബെറ്റർ പാരഗ്രാഫുകളെക്കാളിലും വളരെ എന്തായിരിക്കും, യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് മാർക്ക് കുറച്ചും കൂടെ എക്സ്ട്രാ ബെനിഫിറ്റ് ആയിട്ട് നോക്കുന്ന ആൾ നിങ്ങൾക്ക് വാരിക്കോരി മാർക്ക് തരും മക്കളെ. എങ്ങനെയാണ്? ഈ പറഞ്ഞ രീതിയിൽ ഇപ്പം യൂറിനറി സിസ്റ്റം ചോദിച്ചു കഴിഞ്ഞാൽ കിഡ്നിയുടെയും അല്ലെങ്കിൽ ആ ഫുൾ യൂറിനറി സിസ്റ്റത്തിന്റെയും നമുക്ക് എന്ത് ചെയ്യാം, ഫിഗർ നമുക്ക് വരച്ചിടാം. ഓക്കെ അല്ലേ? ഈ പറയുന്ന കിഡ്നി നമ്മളൊരു ചെറിയൊരു ഒരു പെൻസിൽ കൊണ്ടോ റഫായിട്ട് നമ്മൾ വരയ്ക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്നത്, നമ്മൾ ആരും വലിയ പിക്കാസോന്റെ കണക്ക് വലിയ ചിത്രകാരന്മാരൊന്നും ആയിരിക്കത്തില്ല. പക്ഷേ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു അത്യാവശ്യം മോശമല്ലാത്തൊരു ഫിഗർ നമുക്ക് എന്ത് ചെയ്യാം, വരച്ചു വെക്കാം. ഓക്കെ, വരച്ചിട്ട് അത് ലേബൽ ചെയ്യാൻ മറന്നു പോകരുത്. അപ്പം കിഡ്നിയുടെ ഒരു ഫിഗർ ഇതിനൊക്കെ വരച്ചു,
കിഡ്നിക്കകത്ത് ആ പറയുന്ന ക്യാപ്സ്യൂള്, അതിന്റെ കാലിക്സ്, കോർട്ടെക്സ്, പെൽവിസ് ഇതെല്ലാം നമുക്കൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യാം. ഓക്കെ, പിരമിഡ്സ് ഓഫ് കിഡ്നി, ആ കിഡ്നിയുടെ ആ എന്താണ് ആ പെൽവിസിനോട് ആ എൻഡ് ചെയ്യുന്ന പോർഷനിൽ ചെറിയ ചെറിയ നാര് പോലെ ഇങ്ങനെ താഴോട്ട് കിടക്കുന്നില്ലേ, അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, പിരമിഡ്സ് ഓഫ് കിഡ്നി എന്ന് വിളിക്കുന്നത്. അതേ കണക്ക് നമ്മൾ എൻഡയർ ആ ഒരു യൂറിനറി സിസ്റ്റവും കൂടെ ഫിഗർ വരയ്ക്കാം. അപ്പം നമ്മുടെ യൂറിനറി സിസ്റ്റത്തിനകത്ത് പ്രധാനമായിട്ടും രണ്ട് ഫിഗറുകൾ നിങ്ങൾക്ക് എസ് ചോദിച്ചാൽ ചെറുതായിട്ടൊന്ന് വരച്ചു വെക്കാൻ പറ്റും. പിന്നെ കിഡ്നിയുടെ ഹൈലം, യുറേറ്റർ എന്താണെന്നും യൂറിനറി ബ്ലാഡർ എന്താണെന്നും, ഓക്കെ യുറേത്ര, അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് 1 മാർക്കായിട്ട് ചോദിക്കുന്നതാണ് ട്രൈഗോൺ, അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ട്രൈഗോൺ ഓഫ് ബ്ലാഡർ എന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നോക്കുന്ന ആൾക്ക് നിങ്ങളോടൊരു ഒരു ഇംപ്രഷൻ ഉണ്ടാവുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നന്നായിട്ടൊരു ഡീപ്പ് നോളജ് ഉണ്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇത് കണക്ക് ഫിഗർ നിങ്ങളൊന്ന് വരച്ചു വെക്കാൻ ശ്രമിക്കുക. അപ്പൊ ആ ഫിഗർ വരച്ചതിന് ശേഷം പിന്നീട് നമുക്കത് ഓരോന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനകത്ത് തന്നെ കിഡ്നിക്കകത്തുള്ള ഏറ്റവും ബേസിക് യൂണിറ്റ് ആണ് നെഫ്രോൺ. ആ നെഫ്രോണിനെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു പോവുക. ആ നെഫ്രോൺ എന്താണെന്നും ദ മൈന്യൂട്ട് സ്ട്രക്ചർ ഓഫ് ദ കിഡ്നി കമ്പോസ്ഡ് ഓഫ് നമ്പർ ഓഫ് നെഫ്രോൺ വിച്ച് ആർ കൺസിഡേർഡ് ആസ് ദ ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി. ഓക്കെ, നമ്മുടെ കിഡ്നിയുടെ ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് ആണ് നെഫ്രോൺ. സോ അതുകൊണ്ട് ഈ സിസ്റ്റത്തെ കുറിച്ച് എസ്സേ എഴുതുമ്പോൾ നെഫ്രോണിനെ മെൻഷൻ ചെയ്യാൻ മറന്നു പോകരുത്. അത് ഇത്രയും ഡീപ്പായിട്ടൊന്നും എഴുതണമെന്നില്ല. ഇറ്റ് ഈസ് ദ ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി എന്ന് പറയാം. അതിനകത്ത് ഒരുപാട് നമ്മുടെ കിഡ്നി എടുത്തു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് നെഫ്രോൺസ് പ്രസന്റ് ആയിട്ടുണ്ടെന്നും ഓരോ കിഡ്നിയിലും പ്രസന്റ് ആയിട്ടുണ്ടെന്നും അതിനകത്തുള്ള ടഫ്റ്റ് ആയിട്ടുള്ള കാപ്പിലറീസിനെ മാൽഫീജിയൻ ബോഡീസ് എന്ന് അറിയപ്പെടുകയും ആ നെഫ്രോണിന്റെ സ്ട്രക്ചർ, നിങ്ങൾക്ക് ആ നെഫ്രോണിന്റെ സ്ട്രക്ചർ തന്നെ ഇത് കണക്ക് നിങ്ങൾക്ക് വരയ്ക്കാനുണ്ടായിരിക്കും. ചില പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ അതേ കണക്ക് അതിനകത്ത് ആ നെഫ്രോണിന്റെ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ മാൽഫീജിയൻ ബോഡി, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ, വെരി വെരി ഇമ്പോർട്ടന്റ്. ഈ പറഞ്ഞ പോയിന്റുകൾ മെൻഷൻ ചെയ്യാൻ മറന്നു പോകരുത്. കിഡ്നിയുടെ അല്ലെങ്കിൽ നെഫ്രോണിന്റെ ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് ആയിട്ടുള്ള നെഫ്രോണിന്റെ എന്താണ് ഈ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടുകൾ നിങ്ങൾ മെൻഷൻ ചെയ്തു പോകണം. അതിനെ ഒന്ന് ജസ്റ്റ് ഒരു പാരഗ്രാഫ് ആയിട്ട് നെഫ്രോൺ എന്താണെന്നും നെഫ്രോണിന്റെ പ്രധാനപ്പെട്ട പാർട്സ് ഏതൊക്കെയാണെന്നും നിങ്ങളൊന്ന് എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ. മാൽഫീജിയൻ ബോഡിയൊക്കെ പറ്റിയും പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിളിനെ പറ്റിയും ഡിജിറ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിളിനെ പറ്റിയും അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണം. ഓക്കെ, ഇനി അതിനുശേഷം ഈ പറയുന്ന റീനൽ ഫംഗ്ഷൻ, കിഡ്നിയുടെ റീനൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് നമ്മളൊരു ഹെഡിങ് കൊടുത്തിട്ട് പ്രധാനപ്പെട്ട കിഡ്നിയുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന്, അപ്പൊ നമ്മൾ ഓർഗൻസിനെ പറ്റിയും അതിനകത്തോട്ട് ബന്ധപ്പെട്ട സ്ട്രക്ചേഴ്സിനെ പറ്റിയും പറഞ്ഞതിന് ശേഷം കിഡ്നിയുടെ റീനൽ ഫംഗ്ഷൻ ഒന്ന് മെൻഷൻ ചെയ്യാം. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട റീനൽ ഫംഗ്ഷൻസ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് വാട്ടർ ബാലൻസ്, പ്രധാനമായിട്ടും എന്താണ് വാട്ടർ ബാലൻസ്, റെഗുലേഷൻ ഓഫ് വാട്ടർ ബാലൻസ്, കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട്സ് ഇൻ ദ ബ്ലഡ്, ആസിഡ് ബേസ് റിയാക്ഷൻ. ഓക്കെ, ആസിഡ് ബേസിന്റെ ആ ഒരു കോൺസെൻട്രേഷൻ നിലനിർത്തുന്നതും, പിന്നെ പ്രധാനപ്പെട്ട കിഡ്നിയുടെ രണ്ട് ഫംഗ്ഷനുകളും നമുക്ക് ഇത് കണക്ക് മെൻഷൻ ചെയ്യാം. ദ എക്സ്ക്രീഷൻ ഓഫ് വേസ്റ്റ് പ്രോഡക്ട്സ് ആൻഡ് എക്സസ് സോൾട്ട്. അപ്പൊ ഇത് കണക്ക് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യാം, കിഡ്നിയുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് ഈ പറയുന്ന അടുത്ത പാരഗ്രാഫ് ആയിട്ട് എഴുതുമ്പോൾ, പാരഗ്രാഫ് ഓരോന്നും എഴുതുമ്പോൾ തീരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഹെഡിങ് കൊടുത്തിട്ട് താഴോട്ട് താഴോട്ട് പാരഗ്രാഫ് ആയിട്ട് എഴുതി പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ പറയുന്ന അനാട്ടമിയിൽ സിസ്റ്റംസ് ഇത് കണക്ക് എക്സസൈസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കണക്ക് എഴുതാൻ പറ്റുന്നതാണ്. അപ്പൊ റീനൽ ഫംഗ്ഷൻസ് നിങ്ങൾ ഇത് കണക്ക് എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് നോക്കിയേക്കുക. പിന്നീട് യൂറിൻ ഫോർമേഷൻ, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിനോ സെപ്പറേറ്റ് ആയിട്ട് കയറി ചോദിക്കാം. അപ്പൊ ഈ ഒരു എസ്സേ ഫുൾ ഇത് കണക്ക് നമുക്ക് സെറ്റ് ചെയ്ത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് 15 മാർക്കിൽ നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ചെറിയ ചെറിയ പോർഷൻസ് 5 മാർക്കിൽ, ഇനിയിപ്പോ എസ്സേ ആയിട്ട് ഇത് ചോദിച്ചില്ലെങ്കിൽ 5 മാർക്കിനകത്തോട്ട് നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതേ കണക്ക് ചോദിക്കുന്നതാണ് യൂറിൻ ഫോർമേഷൻ ആൻഡ് മെക്കാനിസം ഓഫ് എന്താണ് റീനൽ ഫംഗ്ഷൻ. അപ്പം അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതിനകത്ത് വെരി ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ എന്ത് പറയുന്നുണ്ട്, ഓരോ മിനിറ്റിലും 1 ലിറ്റർ ബ്ലഡ് വീതമാണ് എന്ത് ചെയ്യുന്നത്, ആ എന്ത് ചെയ്യുന്നത് 1 ലിറ്റർ ബ്ലഡ് കണ്ടെയ്നിങ് 500 മില്ലി ലിറ്റർ ഓഫ് പ്ലാസ്മ ആണ് എന്ത് ചെയ്യുന്നത്, കിഡ്നിയിൽ ഫിൽട്ടർ ചെയ്യുന്നത്. ആ ഗ്ലോമറുലസ് ആണ് കിഡ്നിക്കകത്തിരിക്കുന്ന ഫിൽട്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ആ ഗ്ലോമറുലസ് ഓരോ ലിറ്ററിലും എത്രയാണ് 500 ml പ്ലാസ്മ വീതമാണ് എന്ത് ചെയ്യുന്നത്, ഫിൽട്ടർ ചെയ്ത് പോകുന്നത്. അതിൽ 10% മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ പറയുന്ന നമ്മൾ ഫിൽട്ടർ ചെയ്യുന്ന കാര്യം എടുത്ത് പറയണം. ഇനി അഥവാ എസ്സേയിൽ ഇത് ചോദിച്ചില്ലെങ്കിൽ ഇത് കണക്ക് യൂറിൻ ഫോർമേഷൻ അതിന്റെ മെക്കാനിസം ഒക്കെ 5 മാർക്കിനകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കി എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് കണക്ക് കാണിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഓക്കെ, അങ്ങനെ ഈ പറയുന്ന ഫിൽട്ടർ ചെയ്ത് വരുന്ന സാധനം എന്താണെന്ന് നിങ്ങൾ അത് മെൻഷൻ ചെയ്യുക. ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ആണെന്നും. ഓക്കെ, ഇനി ആ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഫോം ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ഗ്ലൂക്കോസും വാട്ടറും റീഅബ്സോർബ് ചെയ്യുമെന്നും, സ്പെഷ്യൽ കേസസിൽ ചില എന്താണ് കേസസ് ട്യൂബിൾസ് ആഡ് സബ്സ്റ്റൻസസ് ടു ദ യൂറിനകത്ത് ഇനി അബ്സോർപ്ഷൻ നടക്കുന്നതിനോടൊപ്പം തന്നെ അവിടെ നടക്കുന്നുണ്ട് സെക്രീഷൻ നടക്കുന്നുണ്ട്.
യൂറിനകത്തേക്ക് നമ്മുടെ ആ സിസ്റ്റം ഗ്ലോമറുലസ് കുറച്ച് സെക്രീഷൻ നടത്തുന്നുണ്ട്. സോ അതുകൊണ്ട് ഈ യൂറിൻ ഫോർമേഷനകത്തോട്ട് പ്രധാനപ്പെട്ട 3 സ്റ്റെപ്പുകൾ നിങ്ങൾ മെൻഷൻ ചെയ്യാൻ മറന്നു പോകരുത്. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ ഉണ്ടെന്നും ട്യൂബുലാർ റീഅബ്സോർപ്ഷനും ട്യൂബുലാർ സെക്രീഷനെ പറ്റിയും നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, അതിനകത്ത് എസ്ഐക്കകത്ത് അല്ലെങ്കിൽ 5 മാർക്കിനകത്ത് മെൻഷൻ ചെയ്ത് വെക്കുക. അപ്പൊ ഈ 3 പ്രോസസ്സിന്റെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു മെക്കാനിസം ആണ് എന്തെന്ന് പറയുന്നത് യൂറിൻ ഫോർമേഷൻ അല്ലെങ്കിൽ മെക്കാനിസം ഓഫ് യൂറിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതേതായിട്ടുള്ള നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് പാരഗ്രാഫ് ആയിട്ട് ഒന്ന് പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വളരെ ഉപകാരമായിട്ട് നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ മക്കളെ? ദാണ്ട ഇനി അടുത്തതെന്ന് പറയുമ്പം അതിനുശേഷം വേണമെങ്കിൽ ആ ഓരോ സ്ട്രക്ചേഴ്സും നമ്മളെ കിഡ്നിയുടെ മെയിൻ ആയിട്ടുള്ള നേരത്തെ പറഞ്ഞ സ്ട്രക്ചേഴ്സ് ഇല്ലേ, അത് ഓരോന്നും ഇനി നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യുന്നു, എക്സ്പ്ലെയിൻ ചെയ്യുന്നു. കിഡ്നി കഴിഞ്ഞാൽ യൂറിനറി സിസ്റ്റത്തിനകത്തുള്ള മെയിൻ പാർട്ടാണ് യുറേറ്റർ. ആ യുറേറ്ററിന് എന്താണ് ഡക്റ്റ് ആണെന്നും യുറേറ്റർ 2 ഡക്റ്റ് ആണെന്നും ആ കിഡ്നിയിൽ പ്രൊഡ്യൂസ് ചെയ്ത യൂറിനെ എന്തായിരിക്കും കിഡ്നിയിൽ നിന്ന് കളക്ട് ചെയ്ത് യൂറിനറി ബ്ലാഡറിൽ എത്തിക്കുന്നത് ഈ ചെറിയ എന്താ നമ്മളെ ഈ ചെറിയ ചെറിയ കുഴലുകളാണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഫിഗർ വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് റഫായിട്ട് റൈറ്റ് സൈഡിലോട്ടൊന്ന് വരയ്ക്കാം. അതിന്റെ യുറേറ്ററിന്റെ പ്രധാനപ്പെട്ട 3 പാളികൾ ലെയേഴ്സ് ഏതൊക്കെയാണ്? ഔട്ടർ ഫൈബ്രസ് ലെയറും മിഡിൽ മസ്കുലാർ ലെയറും ഇന്നർ മ്യൂക്കോസ ലൈനിങ്ങും ഉണ്ടെന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുക. അപ്പൊ യുറേറ്ററിനെ പറ്റി ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് അവിടെ എഴുതാൻ പറ്റും. അപ്പൊ അങ്ങോട്ട് ഇങ്ങനെ എഴുതി പോകുമ്പോഴേക്കും നിങ്ങളുടെ ആ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് ചോദിക്കുന്ന എസ്സേയുടെ ഒരു എന്തായിരിക്കും ഒരു കുറച്ചും കൂടെ ഒന്ന് വികസിച്ച് നിങ്ങൾക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. കറക്റ്റ് ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും എസ്സേ. അപ്പൊ ഇതേണൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നോക്കുന്ന കുറച്ചും കൂടെ മാർക്ക് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. യുറേറ്റേഴ്സ്. ഇനി അടുത്തത് എന്താണ്? യൂറിനറി ബ്ലാഡർ. ഈ പറഞ്ഞതുപോലെ 3ാമത്തെ ഓർഗനാണ് യൂറിനറി ബ്ലാഡർ. ആ യൂറിനറി ബ്ലാഡറിന്റെ ഷേപ്പ് അവിടെ പറയുന്നുണ്ട്. അത് വേണമെങ്കിൽ ഒരു സെന്റൻസ് ആയിട്ട് എഴുതാം. ഇനി അതിന്റെ സിറ്റുവേഷൻ എവിടെയൊക്കെയാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. സിംഫസിസ്, പ്യൂബിസ്, ബേസ്, അപ്പർ പാർട്ട് ഫണ്ടസ് ആണെന്നും ഏറ്റവും യൂറിനറി ബ്ലാഡറിന്റെ ടോപ്പ് പാർട്ട് ഫണ്ടസ് ആണെന്നും താഴത്തെ പോർഷനെ ബേസ് എന്നും വിളിക്കുന്നുണ്ട്. ഓക്കെ, എന്താണ് അതിന്റെ സിറ്റുവേഷൻ എങ്ങനെയാണ്, എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നതെന്നും കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ യൂറിനറി ബ്ലാഡറിന്റെ ആ ഒരു കേസ് നിങ്ങൾക്ക് പറയാം. അപ്പൊ ഇത് കണക്ക് ഓരോ ഓർഗൻസിന്റെയും ആ യൂറിനറി സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഇനി അടുത്തതായിട്ട് ആ ട്രൈഗോൺ ഓഫ് ബ്ലാഡർ എന്താണെന്ന് നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യാം. ഇത് ഈ എസ് ആയിട്ട് പഠിക്കുമ്പോൾ തന്നെ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2 മാർക്കിന് കയറി ചോദിച്ചു കഴിഞ്ഞാൽ ഇതും സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എന്താണ് ട്രൈഗോൺ ഓഫ് ബ്ലാഡർ എന്ന് പറഞ്ഞാൽ? നമ്മുടെ യൂറിനറി ബ്ലാഡറിനകത്ത് യൂറിൻ കളക്ട് ചെയ്യുന്ന ആ ഒരു ഏരിയയുടെ പോർഷൻ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ട്രയാങ്കുലർ ഷേപ്പിലാണ് ഇരിക്കുന്നത്. ആ ട്രയാങ്കുലർ ഷേപ്പിനെ വിളിക്കുന്ന പേരാണ് ട്രൈഗോൺ ഓഫ് ബ്ലാഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതെന്താണെന്ന് നിങ്ങൾ പഠിച്ചെഴുതുമല്ലോ. 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എസ് എ ഫുള്ള് പഠിക്കുമ്പോൾ എസ് എ മാത്രമല്ല നിങ്ങൾക്ക് കിട്ടുന്നത്. ഇൻ കേസ് വേണമെങ്കിൽ അത് 2 മാർക്ക് ക്വസ്റ്റ്യനിലോ അല്ലെങ്കിൽ 5 മാർക്ക് ക്വസ്റ്റ്യനിലോ ഒക്കെ നിങ്ങൾക്ക് ഈ പഠിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തി എഴുതാൻ പറ്റും. അപ്പൊ ഓൾ ഇൻ വൺ ആണ്. ഒരു എസ് എ സിസ്റ്റമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലയിടത്ത് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പം എന്താണ് ട്രൈഗോൺ എന്ന് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്? ട്രയാങ്കുലർ ഏരിയ ബിറ്റ്വീൻ ദ ഓപ്പണിങ്സ് ഓഫ് ദ യുറേറ്റേഴ്സ് ആൻഡ് ദ യുറേത്ര ഈസ് നോൺ ആസ് എന്ത്? ട്രൈഗോൺ ഓഫ് ബ്ലാഡർ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 മാർക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എന്താണ് ഈ പറയുന്ന 2 മാർക്കിനോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. അപ്പൊ ഇത് കണക്ക് കണക്ട് ചെയ്ത് അങ്ങ് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, ട്രൈഗോൺ മെൻഷൻ ചെയ്യുന്നു. യുറേത്ര എന്താണെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു പോവാം. ഓക്കെ, അതിനകത്ത് ആ യുറേത്രയുടെ മസിൽ ഫൈബർ ഏതാണെന്ന് നിങ്ങൾക്ക് ഓർത്ത് വെച്ചേക്കാം. സ്പിങ്ജർ യുറേത്രയാണെന്നും. അപ്പൊ അത് വേണമെങ്കിൽ 1 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ പഠിക്കുമ്പോൾ എസ് എ ആയിട്ട് നിങ്ങൾ ഒരുമിച്ച് പഠിക്കുമ്പോൾ ചിലപ്പോൾ 1 മാർക്കിന് ഇത് കയറി അങ്ങ് ചോദിക്കും. അപ്പൊ അത് ഏത് മസിലാണെന്ന് നിങ്ങൾക്ക് ഓർത്ത് വെച്ചേക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ മിക്ചുറേഷൻ. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇത്രയും ഒരു എസ് എ ആയിട്ട് കാണാതെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് കണക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതിന്റെ ഒരു നോട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. എസ് എ പോലെ ഒരു നോട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ആ എസ് എ ഫുൾ കണക്ക് പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് വേണമെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം, മിക്ചുറേഷൻ എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, ഇറ്റ് ഈസ് ദ ആക്ട് ഓഫ് പാസിംഗ് യൂറിൻ. എന്താണ്? യൂറിൻ പാസ് ചെയ്യുന്നതിന്റെ ഒരു ആക്ടിനെ വിളിക്കുന്ന പേരാണ് മിക്ചുറേഷൻ. അതെന്താണെന്ന് വേണമെങ്കിൽ 1 മാർക്കിന് ചോദിക്കാം. ദ ആക്ട് ഓഫ് പാസിംഗ് യൂറിൻ ഈസ് കോൾഡ്. അപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ മിക്ചുറേഷൻ ആണെന്ന് നിങ്ങൾക്ക് സിംപ്ലി എഴുതാൻ പറ്റത്തില്ലേ? അപ്പൊ ഒരു എസ് എ ഫുൾ ആയിട്ട് അങ്ങ് പഠിക്കുക. വലിയൊരു സാധനം നമ്മൾ അങ്ങ് പഠിക്കുക. അതിൽ നിന്ന് ഒരു ചെറിയ കാര്യം ചോദിച്ചാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തണം. ആ ബ്ലാഡർ കൺട്രോൾ ചെയ്യുന്നത് വേണമെങ്കിൽ പെൽവിക് നെർവസും ഹൈപ്പോഗ്യാസ്ട്രിക് പ്ലക്സസും ആണെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം,
ഒന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മിക്ചറിഷൻ എന്താണെന്ന് ചോദിക്കും. അപ്പം ആ എസ് എ പഠിക്കുന്നതിലൂടെ തന്നെ ഓൾറെഡി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു 2 മാർക്കിന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് ആ സ്കോറിങ്ങിന് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെ രീതിയിൽ ഒരു ഡബിൾ ബെനിഫിറ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി ലാസ്റ്റ് നമ്മൾ ആ എസ്സേയുടെ ഏകദേശം അവസാനം എത്തുമ്പോൾ ആ യൂറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാൻ ശ്രമിക്കുക. ഒരു എന്താണ് ആവറേജ് ക്വാണ്ടിറ്റി എത്രയാണെന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യാലോ. 2 ലിറ്റേഴ്സ് ഡെയിലി, മാനിലാണെങ്കിൽ 2 ലിറ്റേഴ്സ് യൂറിൻ ആണ് ഒരു ദിവസം ഫോം ചെയ്യുന്നതെന്നും അതിന്റെ കളർ എന്തൊക്കെയാണെന്നും, കളർ പെയിൽ ആംബർ വിത്ത് നോ ഡിപ്പോസിറ്റ് എന്നൊക്കെ പറയാം. പിന്നെ ഓർഡർ ആരോമാറ്റിക് ആണ്. ഇത് നിങ്ങളുടെ ആ ഒരു ടെക്സ്റ്റിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് അതേ കണക്ക് കിടപ്പുണ്ട്. ഓക്കെ, അതിന്റെ അസിഡിറ്റി എന്താണ്, pH 6 അടുത്താണെന്നും, സ്പെസിഫിക് ഗ്രാവിറ്റി വേരീസ് ഫ്രം 1010 ടു 1025 ആണെന്നും ഓർത്ത് വെച്ചിരിക്കുക. ഇതും ഈ ഒരു എസ്സേ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു മാർക്ക് കൂടെ വേണമെങ്കിൽ കിട്ടും. ഇങ്ങനെ തന്നെ കയറി ചോദിക്കും. ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് യൂറിൻ ഈസ് ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മാർക്ക് നിങ്ങൾ ഈ എസ്സേ ഫുൾ അങ്ങ് കാണാൻ പഠിക്കുമ്പോഴത്തേന് അതിനകത്തൂടെ തന്നെ കിട്ടും. 1010 1025 എന്നും കിട്ടും. അപ്പം ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സും നിങ്ങൾ ആ എസ്സേയുടെ പോർഷൻ ആയിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുമല്ലോ. ഓക്കെ, അതിനകത്തുള്ള കോമ്പോസിഷൻ, പ്രധാനപ്പെട്ട യൂറിനകത്തുള്ള പ്രധാനപ്പെട്ട കോമ്പോസിഷനും ലാസ്റ്റ് മെൻഷൻ ചെയ്താൽ നിങ്ങളുടെ എസ്സേ 15 മാർക്കിനുള്ള എസ്സേ പൂർണ്ണമായി. അപ്പം ഈ പറയുന്ന രീതിയിൽ എന്തൊക്കെയാണ് ആ പ്രധാനപ്പെട്ട യൂറിനകത്തുള്ളത് എന്തൊക്കെയാണെന്ന് കോൺസ്റ്റിറ്റ്യൂന്റ് നമുക്ക് എഴുതി വെക്കാം. അതിന്റെ പെർസെൻറ്റേജ് ഒക്കെ ഓർത്ത് വെച്ച് മെൻഷൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു എസ്സേക്ക് ഒരു അഡീഷണൽ ആയിട്ടൊരു എന്താണ് നോക്കുന്ന ആളൊന്ന് ഇംപ്രസ്ഡ് ആവും. എത്ര ശതമാനം വാട്ടർ ഉണ്ടെന്നും സോളിഡ്സ് എത്രയാണെന്നും, ഓക്കെ, ഈ പറയുന്ന യൂറിക് ആസിഡിന്റെ ക്രിയാറ്റിനിന്റെ ഒക്കെ ലെവൽ എത്രയാണെന്നും, ഓക്കെ, ഈ പറയുന്ന മെറ്റബോളിസം, സോഡിയം പൊട്ടാസ്യം ക്ലോറൈഡ്സുകളൊക്കെ ആ യൂറിനകത്ത് ഇലക്ട്രോലൈറ്റുകളായിട്ട് അടങ്ങിയിട്ടുണ്ടെന്നും ഒക്കെ ജസ്റ്റ് ഒരു പാരഗ്രാഫ് പോലെ. ഇത് കണക്ക് നീട്ടി എഴുതിയില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ആ സമയത്ത് ഓർത്തിരിക്കുന്നത് രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു പാരഗ്രാഫിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പോർഷനിൽ നമുക്ക് ആ ഒരു എസ്സേ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ ഐഡിയ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ ഓരോ സിസ്റ്റംസും ഇത് കണക്ക് നോട്ട് ഉണ്ടാക്കി ഒരു സിസ്റ്റം ഫുള്ള് 15 മാർക്കിന് എസ്സേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ പഠിക്കാം, ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള അനാട്ടമിയിലെ ചെറിയ മാർക്കിന്റെ സ്കോർ പോലും ഈ എസ്സേയിൽ നിന്ന് കിട്ടും. അപ്പോൾ ഒരു ഫുള്ള് സിസ്റ്റം ഇത് കണക്ക് ഓരോ എസ്സേസ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കി പഠിക്കാൻ പറ്റും. അപ്പൊ ഇത് നോട്ട് എഴുതി നിങ്ങൾ എഴുതുമല്ലോ. അപ്പൊ അടുത്ത ഒരു സിസ്റ്റമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു എവരിവൺ.